സ്നേഹപൂർവ്വ ശ്യാമ സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ ഭഗവാന്റെ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് ഭഗവാൻ അടുത്തേക്ക് വരുമ്പോൾ ശ്യാമ കയ്യിലുള്ള തുളസിമാല ഭഗവാന്റെ നേരെ എറിയുവാണ്. ഈ സമയം ഈ മാല വന്ന് വീഴുന്നത് എതിരെ നിൽക്കുന്ന വരുണിൻ്റെ രാധികയുടെ മേത്തായിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരൊറ്റ മാലക്കുള്ളിൽ വരുണും രാധിക മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുമായിരിക്കും. പെട്ടെന്ന് തന്നെ രാധിക കഴുത്തിൽ നിന്ന് മാല ഊരി അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. പിന്നീട് കൊളക്കടവിൽ ആ മാലയും പിടിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രാധികനെയാണ് കാണിക്കുന്നത്. ഈ സമയം രാധികയുടെ കൂട്ടുകാരികൾ ആ കടവിലേക്ക് വരുവാണ്. എന്നിട്ട് പറയണേ, അല്ല, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളോളും ഹാരം ഇത്ര നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാറില്ല. എന്ത് ചെയ്യാനാ, ഇവളുടെ കണ്ണനെ ഇവൾക്ക് മാത്രമല്ലേ കാണാൻ പറ്റും. അപ്പോഴേക്കും ആളങ്ങ് അപ്രത്യക്ഷനായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് രാധികനെ കളിയാക്കിയിട്ട് അവരവിടെ നിന്നും പോകുവാണ്. ഈ സമയം അവിടെ ഇരിക്കുന്ന രാധിക വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ വരുൺ വന്ന് നിൽക്കുന്നതായിട്ട് രാധികയ്ക്ക് തോന്നുവാണ്. തിരിഞ്ഞു നോക്കുമ്പോഴാണെങ്കിൽ വരുണിനെ കാണുന്നില്ല. വീണ്ടും വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വരുണിൻ്റെ ബിംബം അവിടെ വീണ്ടും കാണുവാണ് കേട്ടോ. അന്നേരം രാധിക അമ്പരക്കണേ, എൻ്റെ കൃഷ്ണ, ഞാനെന്താ സ്വപ്നം കാണുവാണോ? അന്നേരം പുറകിൽ നിൽക്കുന്ന വരുൺ ചോദിക്കണേ, അത് ശരി, അപ്പോൾ തൻ്റെ സ്വപ്നത്തിലൊക്കെ ഞാൻ വരാറുണ്ടല്ലേ? ഈ സമയം രാധിക അവിടെ നിന്നീറ്റ് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം വരുൺ രാധിക തടഞ്ഞുകൊണ്ട് പറയണേ, അതെ നിൽക്കൂ, താനോടെ അമ്പലത്തിൽ വരച്ച കൃഷ്ണൻ്റെ ചിത്രം ഞാൻ കണ്ടിരുന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനത് എൻ്റെ ക്യാമറ പകർത്തുകയും ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ ക്യാമറയിലെടുത്ത ഏറ്റവും നല്ല ചിത്രം അതാണെന്നൊന്നും ഞാൻ പറയില്ല. ആ ചിത്രം ഞാൻ പകർത്താൻ പോകുന്നതേ ഉള്ളൂ, തൻ്റെ ചിത്രം. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. തന്നെ കണ്ട ആദ്യ നാൾ തന്നെ പറയണമെന്ന് വിചാരിച്ചതാ. ഇപ്പം ഞാൻ പറയുക, എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണ്. തന്നെ ആദ്യമായിട്ട് കണ്ട നാൾ മുതൽ താൻ എൻ്റെ മനസ്സിൽ കയറിയതാ. തന്നെപ്പറ്റി ഞാൻ എൻ്റെ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ മുത്തശ്ശി എന്താ പറഞ്ഞതെന്നറിയോ? താനെ രാധയാണെന്നാ. ഞാൻ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്നും എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, തനിക്കെന്നെ ഇഷ്ടമാണോ? അങ്ങനെ രാധികയുടെ കയ്യിലിരിക്കുന്ന ആ മാലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുൺ വീണ്ടും തനിക്കെന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. ഈ സമയം രാധിക ഒന്നും പറയാതെ ആ മാലയിൽ നിന്നും കൈയെടുത്ത് അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. ഈ സമയം വരുൺ ആ മാലയും പിടിച്ചുകൊണ്ട് പറയണേ, എനിക്ക് മനസ്സിലായി, തൻ്റെ മനസ്സിൽ ഞാനുണ്ട്, അതല്ലേ ഒന്നും പറയാതെ പോകുന്നത്. ഈ സമയം രാധിക ചിരിച്ചോണ്ട് അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന വരുണിനെയാണ്. വരുൺ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ഓടിച്ചെന്ന് മുത്തശ്ശിന്നും പറഞ്ഞ് മുത്തശ്ശിൻ്റെ അരികെ വന്നിരിക്കുവാണ്. ഈ സമയം മുത്തശ്ശി നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അങ്ങനെ വരുൺ വിളിച്ചിട്ടും അനക്കൊന്നുമില്ല. അന്നേരം വരുൺ കരുതുക, നല്ല ഉറക്കമായിരിക്കും, എന്നാൽ ഇനിയിപ്പോൾ വിളിക്കണ്ട എന്ന് പറഞ്ഞ് റൂമിന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി വരുണിനോട് പറയണേ, എന്താടാ, നീ നിൻ്റെ രാധയെ കണ്ടുപിടിച്ചോ? അന്നേരം വരുൺ തിരികെ ഓടി വന്ന് മുത്തശ്ശിയുടെ അരികിലിരിക്കണേ, അത് ശരി, അപ്പോൾ കള്ളുറക്കമായിരുന്നല്ലേ? അല്ല, ഇത് മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായി? അന്നേരം മുത്തശ്ശി പറയണേ, എടാ കള്ള, നീ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞല്ലേ വന്നത്? നിൻ്റെ ഓട്ടത്തിൻ്റെ വേഗത കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. എൻ്റെ പൊന്നോ, മുത്തശ്ശിക്കറിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. ശരിയാ മുത്തശ്ശി, ഞാൻ അവളെ കണ്ടു. എന്നിട്ട് എന്തായി, നീ നിൻ്റെ മനസ്സ് തുറന്നോ? അങ്ങനെ ചോദിച്ചാൽ പറയാതെ തന്നെ ഞാൻ എൻ്റെ ഇഷ്ടം അവളെ അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാ അപ്പോൾ, കാര്യങ്ങളൊക്കെ അനുകൂലമാണോ? വല്ലത് നടന്നോ? അന്നേരം വരും പറയണേ, നടന്നെന്നേ. അവളുടെ പേരെന്താണെന്നറിയോ? പ്രിയങ്ക. അവളെ ഈ നാട്ടിലെ അവിടുത്തെ തിരുമേനിയില്ലേ, ശങ്കരനാരായണ ശാസ്ത്രി, അവരുടെ മകളാ. അമ്പലത്തിലെ പൂജാരിയുടെ മോളാണോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ വരും പറയണേ, അങ്ങനെ പൂജാരി എന്നൊന്നും പറഞ്ഞ് വില കുറച്ചൊന്നും കാണണ്ട. ആ നാട്ടിലെ എല്ലാവർക്കും എന്ത് കാര്യമാണെന്നറിയോ ശാസ്ത്രികളുടെ പൂജയെക്കുറിച്ച് പറയാൻ നാട്ടിലുള്ളവർക്ക് നാവുള്ളൂ. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അത് കൃഷ്ണ ഭഗവാൻ നേരിട്ട് പറഞ്ഞതുപോലെ തന്നെയാണ്. അന്നേരം മുത്തശ്ശി തിരിച്ചുകൊണ്ട് പറയണേ, അമ്മായിയപ്പനെക്കുറിച്ച് പറയാൻ നിനക്ക് 100 നാവാണല്ലോ. എന്താണെങ്കിലും പേരൊക്കെ കൊള്ളാം, പ്രിയങ്ക, എൻ്റെ വരുണിൻ്റെ ഭാര്യയാകാൻ പോകുന്നവൾ. നിൻ്റെ മനസ്സിൽ കയറി കൂടിയ ആ പെണ്ണിനെ നീ നിൻ്റെ ഭാര്യയാക്കാൻ തയ്യാറായിക്കോ. ഇനി വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നേ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വലിയവർ ചേർന്ന് തീരുമാനമൊക്കെ എടുത്തോളാം. ഈ സമയം വരുൺ നാടത്തോട് പറയണേ, അച്ഛനും അമ്മയ്ക്കും എൻ്റെ വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതിയാണല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ മുതിർന്നവരെല്ലാവരും കൂടി ചേർന്ന് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ശുഭമുഹൂർത്തമൊക്കെ കണ്ടെത്തിക്കോ. നിങ്ങൾ പറയുന്ന ആ മുഹൂർത്തത്തിൽ തന്നെ ഞാൻ അവളെ താലി കെട്ടിക്കോളാം എന്നൊക്കെ ഒരു നാടത്തോടെ വരും പറയുവാണ്. അന്നേരം മുത്തശ്ശി പറയണേ, അമ്പട കള്ള, കൊള്ളാലോ നീ. എന്താണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയോട്ടൊക്കെ സംസാരിക്കാം. അപ്പോൾ ശരി മുത്തശ്ശി, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ അവളെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് ഓടിപ്പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നതാ, എൻ്റെ കൃഷ്ണ, അയാൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്ത് എതിർക്കാതിരുന്നത്? എൻ്റെ മനസ്സിലും അയാളോട് ഇഷ്ടമുണ്ടോ? അങ്ങനെ ഇത്ര പെട്ടെന്നൊക്കെ ഇഷ്ടം തോന്നുമോ? എന്തോ അയാളെ വീണ്ടും വീണ്ടും കാണാനായിട്ട് എൻ്റെ മനസ്സ് കൊതിക്കുക. ഇനി ഞാൻ അർഹിക്കാത്തതാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അയാളെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് നീ തന്നെ മായ്ച്ചു കളയണേ. ഇനി എനിക്ക് അതിൻ്റെ പേരിൽ വിഷമിക്കാൻ വയ്യ കൃഷ്ണ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് രാധിക. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം
അടുക്കളയിൽ നിന്ന് ചായ തിളപ്പിക്കുന്ന രാധികേനെയാണ്. ഈ സമയം തന്ത്രികളെയും മുത്തശ്ശീനെയും തന്ത്രികളുടെ ഭാര്യനെയും കാണാനായിട്ട് ഒരു മാരേജ് ബ്രോക്കർ വരുന്നുണ്ട്. അങ്ങനെ തന്ത്രികൾ പ്രിയങ്കയുടെ വിവാഹകാര്യം ആ ബ്രോക്കറുമായിട്ട് സംസാരിക്കുമായിരിക്കും കേട്ടോ. നല്ല പയ്യനായിരിക്കണം, ദുഷ്യയിലൊന്നും ഉണ്ടാകരുത്, നല്ലൊരു കുടുംബത്തിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുവാണ്. ഇതേ സമയം അവിടെ രാധിക അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം പ്രിയങ്ക അങ്ങോട്ടേക്ക് വരിക. ചേച്ചി, അവിടെ ബ്രോക്കറൊക്കെ വന്നിട്ടുണ്ട്, ചേച്ചിയുടെ കല്യാണക്കാരിയോട് സംസാരിക്കുന്നത്. പിന്നെ അത് നിന്നോട് ആര് പറഞ്ഞെന്ന് രാധിക ചോദിക്കുക. അന്നേരം പ്രിയങ്ക പറയണേ, പെൺമക്കൾക്ക് ഈ പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ ബ്രോക്കർമാരൊക്കെ വരും, പിന്നെ ചർച്ച ഇതൊക്കെ ആയിരിക്കുമല്ലോ. എന്താണെങ്കിലും ചേച്ചി വേഗം ചായയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലു, എനിക്ക് നല്ല വിശപ്പ്, ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ. അന്നേരം രാധിക പറയണേ, ഇതൊക്കെ ഞാൻ തന്നെ എടുത്തു തരാം, നിനക്ക് കറിയൊക്കെ ഇരിക്കുന്ന സ്ഥലം പോലും എവിടെയാണെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുവാണ്. പിന്നീട് ചായയുമായിട്ട് അവരുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ ബ്രോക്കറിനും അച്ഛനും മുത്തശ്ശിക്കും എല്ലാവർക്കും ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയം ബ്രോക്കറിൻ്റെ കയ്യിൽ അച്ഛൻ കൊടുത്ത പ്രിയങ്കേൻ്റെ ഫോട്ടോ ഇരിക്കുന്നത് രാധിക കാണുവാണ്. അങ്ങനെ പ്രിയങ്കക്കാണ് വിവാഹാലോചന എന്നറിഞ്ഞ് രാധികക്ക് ആശ്വാസമാകുവാണ്. അങ്ങനെ സന്തോഷത്തോടെ രാധിക അകത്തേക്ക് വന്ന് പ്രിയങ്കയുടെ അരികിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഇതേ സമയം തന്നെ തന്ത്രികൾ ബ്രോക്കറോട് പറയുന്നുണ്ട്, അതെ പ്രിയങ്ക നല്ലതുപോലെ പഠിച്ചതാ, അതുകൊണ്ട് അത്യാവശ്യം പഠിപ്പൊക്കെ ഉള്ള ഒരാൾ വേണം കേട്ടോ. ഈ സമയം ഇങ്ങനെ പറയുന്നത് പ്രിയങ്കയും കേൾക്കുന്നുണ്ട്. അങ്ങനെ തനിക്കാണ് വിവാഹാലോചന എന്ന് മനസ്സിലാക്കി പ്രിയങ്ക അങ്ങ് വല്ലാണ്ടാകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൽപ്പനേനെയും റോഷ്നിനെയുമാണ്. അങ്ങനെ കൽപ്പനയും റോഷ്നിയും ചായയുമായിട്ട് മുത്തശ്ശിയുടെ അരികിലെത്തുക. മുത്തശ്ശിക്ക് കൽപ്പന ചായ കൊടുക്കുക. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, അല്ല ഇതെന്താ പതിവില്ലാതെ നീ തന്നെ ചായ ഉണ്ടാക്കി വന്നിരിക്കുന്നത്. അന്നേരം കൽപ്പന പറയണേ, അത് പിന്നെ മുത്തശ്ശിക്ക് ഒരു ചായ ഉണ്ടാക്കി തരണമെന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ അതിന് കാരണം റോഷ്നിയാണ്. ഇവള് വരന് വേണ്ടി ചായ ഉണ്ടാക്കി, എന്നാൽ പിന്നെ മുത്തശ്ശിക്ക് കൂടി കൊണ്ടുവന്ന് തരാമെന്ന് വിചാരിച്ചു. ഇതാ മുത്തശ്ശി ചായ കുടിക്ക്. അല്ല വരൻ എവിടെ? അവനപ്പുറത്ത് അവൻ്റെ റൂമിലെങ്ങാനും കാണും. അന്നേരം കൽപ്പന പറയണേ, അത് പിന്നെ വരൻ ഏതു നേരം മുത്തശ്ശിയുടെ കൂടെയാണല്ലോ, അതുകൊണ്ടാണ് മുത്തശ്ശിയോട് തന്നെ ചോദിച്ചത്. എന്നാൽ ശരി, ഈ ചായ ഞങ്ങൾ വരന് കൊടുത്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ്. ഇതേ സമയം വരനാണെങ്കിൽ ബാൽക്കണീൻ്റെ അവിടെ ചെവിയിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേട്ടുകൊണ്ട് നിൽക്കുമായിരിക്കും. ഈ സമയം കൽപ്പന റോഷ്നിയോട് പറയണേ, ചെന്ന് നീ തന്നെ സംസാരിക്കും, വരൻ്റെ മനസ്സിൽ നീ എങ്ങനെ കയറി പറ്റാൻ ശ്രമിക്കണം. അന്നേരം റോഷ്നി ഒന്നും അടിച്ചു നിൽക്കുന്നുണ്ട്. അല്ല ചേച്ചി, ഞാനെങ്ങനെ അങ്ങോട്ട്? നീ അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല, കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കാൻ പാടില്ല, നീ അങ്ങോട്ടേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് റോഷ്നിയെ വരണിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുവാണ്. അങ്ങനെ റോഷ്നിയെ കാണുന്നത് വരുൺ ഹെഡ്സെറ്റൊക്കെ മാറ്റുക. താനെന്താ ഇവിടെ? വരുൺ ചായ? എനിക്കിപ്പോൾ ചായ വേണ്ടല്ലോ, എന്താണെങ്കിലും താൻ കൊണ്ടുവന്നല്ലേ, ഇങ്ങനെ തന്നേക്കും. ഞാനേ ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് പാട്ട് കേൾക്കും, വെസ്റ്റേൺ മ്യൂസിക്കാ, തനിക്കിഷ്ടമാകുമോ, വെച്ച് നോക്ക്. അങ്ങനെ ആ പാട്ടൊക്കെ കുറച്ച് നേരം വെക്കുന്നുണ്ട്. എന്നിട്ട് ദൂരി റോഷ്നി വരുണിനെ തന്നെ ഏൽപ്പിക്കുക. എന്നിട്ട് പറയണേ, സത്യം പറഞ്ഞാൽ ഞാനിവിടെ വെറുതെ ബോറടിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ വരുണിനോട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചെങ്ങ് വന്നത്. അതിനെന്താ, നമുക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, താൻ പറ. അന്നേരം റോഷ്നി ഇങ്ങനെ ഒന്നും മിണ്ടാതെ വരുണിനെ നോക്കുവാണ്. അത് കാണുമ്പോൾ വരുൺ ചോദിക്കണേ, എന്തേ സംസാരിക്കുന്നില്ലേ? സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് വരുൺ സംസാരിക്കുക, ഞാൻ കേട്ടോണ്ടിരിക്കാം. അതെങ്ങനെയാ, താനല്ലേ സംസാരിക്കണമെന്ന് പറഞ്ഞത്? സംസാരിക്കുവാണെങ്കിൽ രണ്ടുപേരും കോമ്പറ്റീഷനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നും മിണ്ടാൻ പാടില്ല. അത് കേൾക്കുമ്പോൾ റോഷ്നി പറയണേ, എന്നാൽ ശരി വരുൺ പറ, വരുൺ ഇഷ്ടപ്പെട്ട നിറം ഏതാ, ഇഷ്ടപ്പെട്ട ഫുഡ്, പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം, ഇഷ്ടമുള്ള വസ്ത്രം, അങ്ങനെ വരുണിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും എനിക്കറിയണം. അന്നേരം വരുൺ പറഞ്ഞേ, എൻ്റെ പൊന്നോ, ഇതൊറ്റ സെക്കൻഡിൽ എന്തോരം ചോദ്യങ്ങളാ. ശരി, എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞ് വരുൺ ആ ഇഷ്ടങ്ങളെക്കുറിച്ചൊക്കെ റോഷ്നിയോട് പറയുവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന കൽപ്പനേനെയാണ്. ഈ സമയം റോഷ്നി സന്തോഷത്തോടെ തുള്ളിച്ചാടി ഓടി വന്ന് കൽപ്പനയെ കെട്ടിപ്പിടിച്ചിട്ട് പറയണേ, ചേച്ചി വരുണിനോട് വരുണിന് ഇഷ്ടപ്പെട്ട നിറവും ഭക്ഷണവും എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. അന്നേരം കൽപ്പന പറയണേ, കൊള്ളാം, അല്ല നിൻ്റെ മനസ്സിലിഷ്ടം വരുണിനെ അറിയിച്ചോ? അത് പറഞ്ഞിട്ടില്ല. ഈ സമയം കൽപ്പന പറയണേ, എന്താണെങ്കിലും വരൻ അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം നിന്നോട് പറഞ്ഞില്ലേ, ഇനി അവൻ ഇഷ്ടപ്പെടാൻ പോകുന്ന പെണ്ണും നീ തന്നെ ആയിരിക്കും. നീ ഇവിടെ നിന്നിങ്ങനെ ദിവാസ്വപ്നം കാണാതെ അവൻ്റെ അടുത്തിലേക്ക് ചെല്ല്, നീ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അങ്ങനെ പറഞ്ഞ് റോഷ്നി അവിടെ നിന്നും പറഞ്ഞു വിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് കൽപ്പന. പിന്നീട് കാണിക്കുന്നത് രാധിക ടെൻഷനോടെ ശരത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ വാതിലിൽ ചെന്ന് തട്ടുമ്പോൾ ശരത്ത് വന്ന് ഡോർ തുറക്കുവാണ്. അങ്ങനെ പുറത്ത് നിൽക്കുന്ന രാധികയെ കണ്ട് ശരത്ത് ഒന്ന് ടെൻഷനാകുവാണ്. ഇതേ സമയം ശരത്തിൻ്റെ വീടിൻ്റെ അകത്ത് പ്രിയങ്കയും മറഞ്ഞു നിൽക്കുന്നുണ്ടാകും. അങ്ങനെ മറഞ്ഞു നിൽക്കുന്ന പ്രിയങ്കയെ ദേഷ്യത്തോടെ നോക്കുന്ന രാധികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്